പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. ഇന്ന് നമ്മൾ കാണുന്നത് ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഉടമ്പടി നമ്മൾ ഇപ്പോഴും ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ആണ്. അങ്ങനെ ഓരോ ബ്രാൻഡ് ചെയ്യുന്നതല്ല. അതായത് ഉടമ്പടി ഒന്നാം വർഷം പൂർത്തിയായിട്ട് ചിലർ രണ്ടാം വർഷത്തിലേക്ക് പുതുക്കി പ്രവേശിക്കാം. അപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ അവർക്ക് നീല കളറുള്ള ഉടമ്പടി പേപ്പർ കൊടുക്കുന്നത്. ചിലർ ഉടമ്പടി ഒരു അഭിഷേകമായി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കതൊരു ജീവിത രീതിയായിട്ടൊക്കെ മാറും. അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് ആൾക്കാർ, ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. അപ്പോൾ അതിൽ ഭയങ്കര കൊതിയോടെ ഉടമ്പടിയുടെ തണലിലും സംരക്ഷണത്തിലും അവർ നിലനിൽക്കും കുടുംബസമേതം. അപ്പോൾ അവരൊക്കെ ഉടമ്പടി ഈ ധ്യാനം തന്നെ, ഉടമ്പടി ധ്യാനം ചിലർ 10 മിനിറ്റ് സമയം പോലെ അടുത്ത 10 മിനിറ്റ് വേറെ ദിവസം അങ്ങനെ കൂടും, അതും കുഴപ്പമില്ല. ചിലർ വീട്ടിലെ എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് മൊബൈൽ TV കണക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ആ 2.5 മണിക്കൂർ ഇരുന്നാണ് ധ്യാനം കൂടുന്നത്. അങ്ങനെയുള്ള ഫാമിലിയുമുണ്ട്. ഉടമ്പടി വ്യത്യസ്തമായ അഭിഷേകമാണ്. അപ്പോൾ അത് ശരി, ഇത് ശരി, ഇത് തെറ്റ്, അങ്ങനെയൊന്നും അച്ഛൻ പറയണില്ല. ഓരോരുത്തരുടെ ജീവിത രീതികളും അവൻ്റെ സൗകര്യങ്ങളനുസരിച്ച് വ്യത്യസ്തങ്ങളായ അഭിഷേകമാണ് ആൾക്കാർക്ക് കിട്ടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ അവരതിൻ്റെ അകത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി ബേസിക്കായിട്ട് നമുക്ക് നൽകുന്നത് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സംരക്ഷണം. ഉടമ്പടി ഏറ്റവും വലിയ, ഞാൻ ഇന്നുവരെ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ എല്ലാവരും 20 സാക്ഷ്യം വെച്ച് 10 ദിവസം 200 സാക്ഷ്യം, അങ്ങനെ 10-600 ഗ്രേഡഡ് സാക്ഷ്യങ്ങളാണ് ഒരു മാസം നമ്മൾ കേൾക്കണത് ഇവിടെ. അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. ഞാനീ ശുശ്രൂഷ തുടങ്ങിയത് 84 തുടങ്ങിയതാണ്. ധ്യാന ശുശ്രൂഷ തുടങ്ങിയത് അന്ന് മുതൽ അത് എല്ലായിടത്തും മലയോരങ്ങളിലും. ഇന്നിപ്പോൾ അട്ടപ്പാടി നമ്മൾ വലിയ ഒരു ധ്യാന കേന്ദ്രം നമ്മുടേതുണ്ട്. അത് അച്ഛൻ അവിടെ തുടങ്ങുന്നതിന് മുമ്പ് 93 ഞാൻ അട്ടപ്പാടി പോയി വെളുപ്പിന് ധ്യാനിച്ചിട്ടുണ്ട്. അച്ഛൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് 90 അത് ഒരു 2000 അടുത്താണ് അത് തുടങ്ങണമെന്ന് തോന്നണത്. പക്ഷെ 93 ഞാൻ അട്ടപ്പാടി ചെല്ലുമ്പോൾ മൊട്ടക്കുന്നുകളാണ് അവിടെയെല്ലാം. ഇന്ന് കാണുന്ന പച്ചപ്പൊന്നും ഇല്ല. അന്ന് അട്ടപ്പാടിക്കാർ ഇവിടെ വരുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പള്ളിത്തോട്ട് വരുമ്പോൾ പറയണത്, ഞങ്ങൾ തീർന്നച്ചാന്ന് പറഞ്ഞു. മുളക് കുടികളെല്ലാം ഉണങ്ങിപ്പോയി, അതുപോലെ തന്നെ ഏലമെല്ലാം ഉണങ്ങിപ്പോയി, കുന്നെല്ലാം മുട്ടക്കുന്നായി പോയെന്ന് പറയും. അപ്പോൾ അവിടെ അപ്പോൾ ഞാൻ കടലോരത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കർത്താവ് മലയോരത്തേക്ക് എന്നെ വിളിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അട്ടപ്പാടി പോയി. വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോയത്, 10-16 പേരൊക്കെ ആയിട്ട് പോയത്. അവിടെ കുറേ നാളുകളായിട്ട്, ഇന്നിപ്പോൾ നമുക്ക് മഴ മാറാതെ നിൽക്കുന്ന കാരണം നമുക്ക് മഴ തന്നെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറുകയും. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഈ 93-92 കാലഘട്ടങ്ങളിലൊക്കെ മഴ കുറവായിരുന്നു. പൊതുവെ മഴ കുറവാണ്. അട്ടപ്പാടിയിൽ മഴ പെയ്തിട്ട് മാസങ്ങളായി. ഏലത്തിനൊക്കെ നമുക്കറിയാമല്ലോ, ഒരു തണുപ്പ്, ആ ഒരു അന്തരീക്ഷം കുറഞ്ഞ ഉടനെ അത് മഞ്ഞ നിറം കാണിക്കും. ഉടനെ ഞാൻ ശാന്തമ്പാറ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഹെലികോപ്റ്ററിന് മഴ പെയ്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിന് 20,000 രൂപ വെച്ച്, മണിക്കൂറിന് 20,000 രൂപ വെച്ച് ശാന്തമ്പാറ ധ്യാനിപ്പിക്കണ 2003-2004 ഘട്ടങ്ങളിൽ. അപ്പോൾ മണിക്കൂറിന് 20,000 രൂപ വെച്ച് ഹെലികോപ്റ്ററിൽ ഏലത്തോട്ടങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃത്രിമ മഴ. അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇതുപോലെ വലിയൊരു ക്ലൈമറ്റ്, കാലാവസ്ഥ നമ്മളെ ചതിക്കും. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ഈ ഭരണമൊന്നും എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അത് വലിയൊരു സംഭവമാണ്. ഭരിക്കുന്നവർ വിചാരിക്കും ചിലപ്പോഴേ അവർ പറഞ്ഞ പോലെ അവരുടെ ഒക്കത്താണ് ജനം മുഴുവനെന്ന്. ആരുടെയും ഒക്കത്തില്ല. കാലാവസ്ഥ എന്ന് പറയുന്ന സംഭവം അല്പം ഒന്ന് ഗതി മാറിയാൽ എല്ലാം അങ്ങോട്ട് മാറണ കാണാം.
മൊത്തം മാറും. ഒന്നും നമ്മുടെ കൈപ്പിടി നിൽക്കത്തില്ല. പ്രളയം വരെ ഇപ്പോൾ എല്ലാത്തിനും രക്ഷപ്പെടാൻ വേണ്ടി 2-3 വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അധികാരികൾ. ഒന്ന് മേഘവിസ്ഫോടനം, പിന്നെ തീർന്നില്ലേ, എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. മേഘവിസ്ഫോടനമല്ലേ അത്. ഹൈ റേഞ്ചിലെ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം ഒറ്റ വാക്ക് വെച്ചാൽ മേഘവിസ്ഫോടനം. ഉള്ള പൊട്ടി ജീവിതവും പോയി, വീട് പെരയുടെ ഭൂമിയുടെ അടി ആണ്ടുപോയാലും ഇവർ തടി ഉയരണത് മേഘവിസ്ഫോടനം പറഞ്ഞാൽ. മേഘവിസ്ഫോടനം എന്ന് പറയണത് ഹെവി റെയിനിങ് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെപ്പോഴും ഇത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള അതിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാരെ ശാശ്വതമായി സംരക്ഷിക്കുന്ന നടപടിക്രമങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതിൽ അധികാരികൾക്ക് ദൈവികമായ ഒരു ബോധവും ചിന്തയും ഒക്കെ കുറവായത് കാരണം വിശ്വാസികൾക്ക് മാത്രമേ ഈ രാജ്യത്തെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. കാര്യം പകുതി മുക്കാൽ കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങൾ, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളെല്ലാം വിഷമിക്കുന്ന, തീരദേശമൊക്കെ വിഷമിക്കണ എന്താ കാര്യം? മനുഷ്യനിർമ്മിതമായിട്ടുള്ള കോർപ്പറേറ്റ് ദുരന്തങ്ങൾ കൊണ്ട് തീരം ഡിബവർ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കി, കടലിനെ കൊണ്ട് വിഴുങ്ങി കമ്മീഷൻ അടിച്ചു മാറ്റി തീരത്തെ കടലിലേക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തീരത്ത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇത് എന്തുകൊണ്ട് വി ഷുഡ് റിലേ അപ്പോൺ ദി ഫെയ്ത്ത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അധികാരികളെ പ്രതികൂട്ടിലാക്കുകയല്ല, അവർ നിസ്സഹായരാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. അതെപ്പോഴും നമ്മൾ സങ്കീർത്തനം മാത്രം പാടിയാൽ പോരാ, അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേറ്റ് പറഞ്ഞ നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. പറഞ്ഞോളൂ. 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. സങ്കീർത്തനം 121 1-2 തിരുവചനങ്ങൾ. അതാണിപ്പോൾ ഈശോ നാവിൽ തന്നത്. എന്താണത്? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഏറ്റു പറഞ്ഞേ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഒന്നുകൂടി പറഞ്ഞേ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇവിടെ ഒരു വിഷയം കണ്ടില്ലേ? എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എവിടുന്നാ വരുന്നത്? കർത്താവിൽ നിന്ന്. എങ്ങനെയുള്ള കർത്താവാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം 121:4 വായിക്കില്ലേ? ഭൂമി കർത്താവിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ബൈബിൾ ഉടനെ പറയും, ദ ലോർഡ് ഗോഡ് ഹു ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ആകാശവും ഭൂമിയും. നമുക്കറിയാവില്ല, നമുക്ക് നിൽക്കണമെങ്കിൽ ഭൂമി വേണം, നടക്കണമെങ്കിൽ സമയം വേണം. മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കുന്ന സമയത്തിലാണ്. നിങ്ങളുടെ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ്. മനുഷ്യൻ്റെ ജോലി കർമ്മങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ്. അവനായിരിക്കുന്നത് ഒരു സ്ഥലത്തിലാണ്. ഭൂമി എന്ന് പറയുന്നത് സ്ഥലമാണ്. നമുക്ക് കത്തൊക്കെ എഴുതത്തില്ലേ? കത്തൊക്കെ എഴുതുമ്പോൾ എന്താണ്? പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതും അല്ലേ? അതാണല്ലോ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ഹാപ്പൻ ചെയ്താൽ അതിന് ഒരു സ്ഥലമുണ്ടാകണം,
പിന്നെ എന്താണ്? ഒരു സമയം ഉണ്ടാകണം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ രോഗസൗഖ്യം എല്ലാം നടക്കുന്നത് ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും തലത്തിലാണ് നടക്കുന്നത്. സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും, സമയത്തിലും സ്ഥലത്തിലും. ഇനി ഈ സമയവും സ്ഥലവുമാണ് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുകയോ നമ്മളെ അടിമപ്പെടുത്തുകയോ ചെയ്യുന്ന ഏജൻ്റ്. സ്ഥലവും സമയവുമാണ്. ഒന്നെങ്കിൽ സ്ഥലം നമ്മളെ അടിമപ്പെടുത്തും, അല്ലെങ്കിൽ സമയം നമ്മളെ അടിമപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാനഡയിൽ പോണത്? നിങ്ങൾ എന്തുകൊണ്ടാണ് UK പോണത്? ഈ സ്ഥലം നിങ്ങൾക്ക് അനുകൂലമല്ലാതെ മാറുന്നത് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഈ സ്ഥലം നിങ്ങൾ താമസിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോഗ് സോൺ കൺട്രി എന്ന് പറയുന്ന പട്ടികളുടെ സ്വന്തം നാട് അല്ലേ? കുഞ്ഞുകുട്ടികളെയൊക്കെ ഓടിച്ചൊരു പട്ടി കടിക്കണില്ലേ? എന്തുമാത്രം പട്ടികളാണ്! കുഞ്ഞുകുട്ടികളെയൊക്കെ ഓടിച്ചൊരു പട്ടി കടിക്കണി, എന്നിട്ട് യാതൊരു റെസ്പോൺസും റിയാക്ഷനും ഇല്ല. അപ്പോഴേ എന്ന് വെച്ചാൽ പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ പോലും മറ്റ് എന്തെല്ലാം മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്ത് ഇല്ലേ? പക്ഷികളൊക്കെ ഇല്ല, അതുകൊണ്ട് സംസാരിക്കണില്ല എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടില്ലേ? എനിവേ, അപ്പോഴേ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും മീഡിയ ഹൈലൈറ്റേഷൻ ഒക്കെ എല്ലാം വ്യത്യസ്തമായിട്ട് കാലങ്ങളിൽ വ്യത്യസ്തമായ മനുഷ്യനേക്കാൾ ചിലപ്പോൾ പട്ടികൾക്ക് പ്രാധാന്യം കിട്ടും. അത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. മനുഷ്യനേക്കാൾ പ്രാധാന്യം ചിലപ്പോൾ അതാണ്. റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പട്ടിയുടെ പുറകെ പോയിക്കൊള്ളും. എല്ലാവരും സാംസ്കാരിക നേതാക്കന്മാരും എല്ലാം പട്ടിയുടെ പുറകെ പോകും. മനുഷ്യൻ അവിടെ വിഴിഞ്ഞത്ത് വീട് നഷ്ടപ്പെട്ട് അവിടെ ഗോഡൗണിൽ താമസിക്കുകയും ചെയ്യും ഇല്ലേ? ഗോഡൗണിൽ താമസിക്കുന്ന 4 കൊല്ലമൊക്കെ താമസിക്കുകയാണ്. തെരുവിലൊക്കെ താമസിക്കില്ല ആൾക്കാർ. അവർക്ക് ഇന്ന് പട്ടികളുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ മീഡിയ ബ്രെയിൻ വാഷ്ഡായി നമ്മൾ എല്ലാവരും അല്ലേ? പക്ഷി ചത്തപ്പോഴൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പോൾ 3 കേസായി. പക്ഷി ചത്തപ്പോഴ കേസ് എടുക്കേണ്ടെന്നല്ല പ്രശ്നം, മനുഷ്യനിവിടെ ദ്രവിച്ച് തീരാനായല്ലോ, അതിനെതിരെ കേസില്ലല്ലോ, കടപ്പുറത്ത് പോലും വന്ന് നോക്കണില്ലല്ലോ. ഇപ്പം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടുകൾ ഓരോരോ കാലത്ത് അധികാരികളുടെ താല്പര്യവും അവിടെ നിലനിൽപ്പും അനുസരിച്ചുകൊണ്ട് മാറുമ്പോൾ നമ്മൾക്ക് ദൈവം മാത്രമേ ഉള്ളെന്ന് പറയുകയാണ്. കൈയിട്ടിച്ച് വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഒരു ബോധം നമുക്കിപ്പോൾ ആരുണ്ടായാലും, സർക്കാരുണ്ടായാലും, പട്ടാളം ഉണ്ടായാലും, സമ്പത്തുണ്ടായാലും, ആരോഗ്യമുണ്ടായാലും, ബേസിക്കായിട്ട് ഒരു വ്യക്തിയുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് റെഫറൻസ് ആൻഡ് പ്രിഫറൻസ് എന്താണ്? ദൈവമായിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷി എനിക്ക് ഭയങ്കര അതിൽ ജോർജ് ഒരു പയ്യൻസാണ്, ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ പോകുമ്പോൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് അതെല്ലാം കേൾക്കിരുന്ന്. അഭിഷേക സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. ചില ആൾക്കാരിങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഒരു റിപ്പോർട്ടിങ് പോലെ പറയും. അവർക്ക് അഭിഷേകമില്ല, അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവരിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടാകത്തില്ല. കാര്യം അവർ പ്രാർത്ഥിച്ച് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ഈ സാക്ഷ്യം പറയുന്നതുകൊണ്ട് കർത്താവിൻ്റെ വചനം കൂടുതൽ പ്രചരിക്കണമെന്നോ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നോ ഒക്കെ അങ്ങനെ ആഗ്രഹിക്കാതെ പ്രേക്ഷിത ചൈതന്യമില്ലാതെ ചുമ്മാ കിട്ടിയ ഒരു അനുഭവം അങ്ങനെ പങ്കുവെക്കണം. അതിന് അഭിഷേകമാണ്. കേൾക്കാൻ പറയാം, അതിന് അനോയിൻറ്റിങ് അല്ല, ചുമ്മാ ഒരു റിപ്പോർട്ടിങ്ങാണ്, ഈവൻസ് റിപ്പോർട്ടിങ്ങാണ് അവർക്ക് കിട്ടിയ രോഗസൗഖ്യം. അപ്പം അതിൻ്റെ വരണത് അതിൻ്റെ സാക്ഷ്യം ഇവിടെ അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എനിക്കൊരു അഭിഷേകം കിട്ടി. അപ്പം ഞാനത് ഇവിടുത്തെ ശുശ്രൂഷ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ച സാധനം ഇപ്പോൾ അവൻ പറയുമെന്ന്. അതാണ് ഞാൻ നിന്നത് കളാൻ. നീ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം അവനിപ്പോൾ പറയുമെന്ന്. അപ്പം ഞാനത് ഇവനെന്താണ് പരിശുദ്ധാത്മാവിൽ പറയാൻ പോകണമെന്ന് നോക്കിയപ്പോൾ അവൻ പറയുമായിരുന്നു, എൻ്റെ ആസ്തി എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ആഗ്രഹമാണ്. 2 കാര്യമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് എന്താണ്? ആഗ്രഹം.
എന്ന് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞായിരുന്നു, ആഗ്രഹത്തിന് മേൽ അഭിഷേകം മേടിച്ചാൽ ഉടമ്പടി സാക്ഷാത്കരിക്കപ്പെടുമെന്ന്. മനുഷ്യന് ആഗ്രഹമില്ലേ? ഈ ആഗ്രഹം ആണ് ഇതിൻ്റെ അകത്ത് ഇന്ധനമെന്ന് പറയണത്. ശരിക്കും ഇപ്പോൾ ഈ വണ്ടിക്ക് പെട്രോൾ പോലെയാണ് ഒരു വ്യക്തിക്ക് ആഗ്രഹമെന്ന് പറയണത്. ആഗ്രഹം അപ്പം നിങ്ങളോർക്കും അത്യാഗ്രഹമല്ല, അങ്ങനെയല്ല. നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ ആഗ്രഹങ്ങൾ നിൻ്റെ ഉള്ളിൽ തരണം നിൻ്റെ ദൈവം തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ ആഗ്രഹമെന്ന് പറയണത്. ആ ആഗ്രഹം മാനുഷികമാണോ ദൈവികമാണോ എന്ന് നോക്കുന്നത് ഡിസേൺമെൻറ്റാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നിങ്ങൾ മുന്നോട്ട് പോവുക, ഉടമ്പടിയോടെ മുന്നോട്ട് പോവുക, നമുക്ക് നോക്കാം, ലെറ്റ് സി എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾ UK പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ ബിലോ ആവറേജ് ആണല്ലോ, നിൻ്റെ ഫോണറ്റിസ്റ്റ് എവിടെ ഇല്ലല്ലോ, നിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇല്ലല്ലോ, നിൻ്റെ സ്പീക്കിങ്ങിന് നിൻ്റെ മുടിയിൽ നിന്ന് പോകുമല്ലോ എന്ന് പറഞ്ഞ് നീ പോകണ്ട എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും, നീ പോകുമോളെ എന്ന് പറയും, നീ പോയിക്കോളൂ, മുമ്പോട്ട് പോകും, നമുക്ക് നോക്കാമെന്ന് പറയും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്ത് തരും. മിനിമം ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നിനക്ക് ദൈവം ഇത് എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എല്ലാ ധ്യാനത്തിലും പറയാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. Efesos 2:8 കൊട്ട് ചെയ്യാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഇതിൻ്റെ ബേസ് അതാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞതാണ്. എന്താണ്? നിൻ്റെ നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് ചില സമയത്ത് യോഗ്യത എങ്ങനെയാണ്? യോഗ്യത കുറയണമെന്നല്ല മക്കളെ പ്രശ്നം, സാമ്പത്തിക ഒരു യോഗ്യതയാണ്. ഇപ്പം അതുൽ ജോർജിൻ്റെ പ്രശ്നം എന്താണ്? അവന് UK പോകണം, ഉപരിപഠനം നടത്തണം. പക്ഷെ അവൻ്റെ പ്രോബ്ലംസ് അവൻ്റെ അയോഗ്യത എന്തൊക്കെയാണ്? ഒന്ന്, ആകപ്പാടെ ഉള്ളത് അവൻ്റെ ആസ്തി എന്താണ്? അവൻ്റെ ആസ്തി എന്ന് പറയണത് ആഗ്രഹം മാത്രമാണ്, വെറും ആഗ്രഹം. അതായത് ഒന്നുമില്ല, മറ്റ് സാമ്പത്തിക സെറ്റപ്പോ ഒന്നുമില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. UK പോയി ഉപരിപഠനം നടത്തണം, അതേ ആഗ്രഹമുള്ളൂ. പിന്നെ ഉള്ളതെന്ന് അതിനെന്താ ഉള്ളത്? അതിന് അടിസ്ഥാനം എന്താ? വിശ്വാസം. ദൈവം എന്നെ ഏറ്റെടുക്കും. അതെന്ത് ദൈവമാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും അധികാരിയായ ദൈവം. അതാ ഒന്ന് പറഞ്ഞ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിന്റെ മേലും സ്ഥലത്തിന്റെ മേലും അധികാരിയായ ദൈവമാണ് എൻ്റെ അവകാശം. അപ്പോഴേ ഇതിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? അവന് ആ വിശ്വാസമുണ്ട്, പിന്നെ എന്തു ചെയ്യും? ആഗ്രഹമുണ്ട്. രണ്ട് കാര്യമാണ് അവൻ പറയുന്നുണ്ട്. എനിക്ക് രണ്ട് വിഷയമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസമുണ്ട് എനിക്ക്, പിന്നെ എന്താണ് എനിക്കുള്ളത്? ആഗ്രഹമുണ്ട്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്ക് ചെയ്യുമ്പോൾ ആണ് ഞങ്ങളെല്ലാവരും ഉടമ്പടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന ആസ്പദങ്ങളെല്ലാം ടോർപ്പഡോ ചെയ്യും. അതല്ല ഞാനിപ്പോൾ ചെയ്തത്. ഇതൊരു ഓപ്പറേഷനാണ്, സുവിശേഷ പ്രഘോഷം ഒരു ഓപ്പറേഷനാണ്. അതായത് നിങ്ങളുടെ ഉള്ള വിശ്വാസം കറക്റ്റ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി, ദൈവത്തിലേക്ക് മാത്രമാക്കാൻ വേണ്ടി നിങ്ങളെ ആശ്രയം വച്ചിരിക്കുന്ന എല്ലാ ആസ്പദങ്ങളെന്ന് പറയുന്നത് എന്താണ്? ആശ്രയം വച്ചിരിക്കുന്ന പണം, വീട്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, മെറിറ്റുകൾ, മാർക്ക്, നിങ്ങളുടെ കലിബർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാത്തിനും ടോർപ്പഡോ ചെയ്ത് കളയും. എന്താ കാര്യം? നിങ്ങളെ ഫുള്ളായിട്ട് ദൈവത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്ത്, ഇതൊരു ഓപ്പറേഷനാണ് ശരിക്കും. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് വേറെ നിങ്ങളുടെ മെറിറ്റിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ്
പലപ്പോഴും സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്ഥിര യോഗ്യത, ബുദ്ധി, ശക്തി, വിദ്യാഭ്യാസം, നിങ്ങളുടെ മാർക്ക്, റാങ്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള സ്ഥിര യോഗ്യതകളില്ലേ, സ്ഥിര യോഗ്യതയിൽ അതാണ് മെറിറ്റെന്ന് ബൈബിൾ പറയണത്. ഈ മെറിറ്റിൽ റിലേ ചെയ്ത് കഴിഞ്ഞാൽ, റിലേ ചെയ്യാൻ പാടില്ലെന്നല്ല, റിലേ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരാൻ പോണത്, മെറിറ്റ് നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് ഉണ്ടാകുമല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. മനസ്സിലായില്ലേ? 80 സീറ്റ് ഉണ്ടെങ്കിൽ 800 പേര് മെറിറ്റുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രസക്തി? 80 സീറ്റേ ഉള്ളൂ, അതിന് 800 പേരുണ്ട്, മെറിറ്റുള്ള 800 പേരുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അവിടെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് പൊളിയും. അതുകൊണ്ട് ആവശ്യമില്ല ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ്. ഉടമ്പടിയിൽ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടതാണ്. അത് എന്നിട്ട് നിങ്ങൾ മുട്ടി നിൽക്കണം. കർത്താവേ, എൻ്റെ കോൺഫിഡൻസ് നിന്നിലാണ്, ഇതിന് എന്ത് സംഭവിച്ചത്? ഇതിന് നമ്മൾ ഉടമ്പടി വരണത്, ഇതിൻ്റെ അകത്ത് മെറിറ്റ് എന്തുമാത്രം കുറയുന്നു. മെറിറ്റ് കുറയണതല്ല പ്രശ്നം. നമ്മുടെ പ്രോബ്ലം ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്യുക, അത് ദൈവിക നടപടിക്രമം ഉണ്ടാകുക, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മെറിറ്റ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ടോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഉടമ്പടി ബേസിക്കായിട്ടൊരു പുതിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ നൊവേനയും ജപമാലയും അതുപോലെ മറ്റ് പ്രാർത്ഥനാ രീതികളെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം സിംഗിൾ എഡ്ജഡ് പ്രെയറാണ്. ഉടമ്പടി ഒരു ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള പ്രെയറാണ്. നിന്നെ ഒരു കക്ഷിയാക്കുന്നു, ദൈവം വേറൊരു കക്ഷിയാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബെർത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനിലേക്ക് നീ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം താത്വികമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങൾ മെറിറ്റിൽ റിലേ ചെയ്യരുത്, അല്ല, നിങ്ങളുടെ മെറിറ്റിൽ റിലേ ചെയ്ത് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്തുവിന് കടമാണ്, അതുകൊണ്ട് എനിക്ക് ബാങ്കിൽ ലോൺ കിട്ടണില്ല, അങ്ങനെ നിങ്ങൾ അപ്പോൾ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. അപ്പോൾ സോ ദാറ്റ് ബാങ്കുകാരൻ നമുക്ക് ലോൺ തരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് മാനുഷികമായി നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ മെച്ചമായിട്ട് ദൈവത്തിന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും. ദൈവത്തെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിഷയത്തെ കക്ഷി ചേർക്കണം? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെറിറ്റ് കുറയുന്നു. ശ്രദ്ധിക്കുക, യോഗ്യത, മെറിറ്റ് മീൻസ് യോഗ്യത കുറയുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഒരു മെറിറ്റല്ല. ഉടമ്പടിയെ മെറിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, യോഗ്യത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത ഒരു 35% കുറഞ്ഞാൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? അത് എൻക്രീസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കരുത്. നിങ്ങളുടെ മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വായിട്ട് നോക്കിയിരിക്കരുത്. മെറിറ്റ് കുറഞ്ഞു, അത് 35% ആയെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് വേണ്ടത്ര മാർക്കില്ല, നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ പെർപ്ലക്സ്ഡ് ആണ്, നിങ്ങൾ വേർതിരിക്കുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ കൈ വേർക്കുന്നു, നിങ്ങൾ ബബിൾ ചെയ്യുന്നതനുസരിച്ച് എല്ലാം നെഗറ്റീവ് മാർക്ക് അടിച്ച് വരുന്നു, നിങ്ങൾക്കിതിന് മെറിറ്റില്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് മെറിറ്റ് കുറഞ്ഞ് 30-35% മെറിറ്റ് ചുരുങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ 65% എൻകറേജ് ചെയ്യണം. ഉടമ്പടി ഒരു മാത്തമാറ്റിക്കൽ പ്രെയറാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അതായത് 65% നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് 30% മെറിറ്റുള്ളൂ, ദൈവം എന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഈ മെറിറ്റ് 35% ഉള്ളൂ എങ്കിൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? ഈ ബ്ലാങ്കിലേക്ക് നിങ്ങൾ വരപ്രസാദം നിറക്കണം. മനസ്സിലായില്ലേ? അത് എൻകറേജ് ചെയ്യണം. കാര്യം ബൈബിൾ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ ശക്തിയും കൃപയും ഏതാണ്ട് ഒരേ ലെവലിലാണ്. അതായത് ശക്തിയിൽ നിന്നാണ് കൃപ വരുന്നത്, കൃപയിൽ നിന്നാണ് ശക്തി വരുന്നത്, കൃപയും ശക്തി ഒന്നാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കൃപ പറയുന്നിടത്ത് വെച്ച് ദൈവവചനം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായില്ലേ? കൃപയെക്കുറിച്ച് പറയുന്നിടത്ത് വെച്ച് ദൈവം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. ശക്തി എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 കൊറിന്തോസ് വായിച്ചോളൂ 12:9. സ്തുതിക്കട്ടെ ഹല്ലേലൂയ.
2 കൊരിന്ത്യർ 12:9 വായിച്ചോളൂ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. ഏറ്റു പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വാക്ക് ഒന്നിനു പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ശക്തി പ്രകടമാകണത് എന്നല്ല പറയണത്. എന്താണ് ശക്തി? അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നത് എവിടെ വെച്ചാണ്? ബലഹീനതയിലാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെറിറ്റ്ലെസ്സാണ്, യോഗ്യത കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായ പ്രകടമാകണമെന്ന് പറയുമ്പോൾ മെറിറ്റ് കുറയുമ്പോഴാണ് അതനുസരിച്ചുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാണ്. എഫെസ്യസ് 2:8, 2 കൊരിന്ത്യർ 12:9 സെയിമാണ്. വൺ ആൻഡ് സെയിം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യേണ്ട വചനങ്ങളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിന് അവിടെ എഫേസ്യൻസിൽ പറയുന്നത് എന്താണ്? മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ മെറിറ്റ് എഫേസ്യൻസിൽ 2:8 മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇനി മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം കൊറിന്ത്യൻസ് എന്താ പറയണത്? ബലഹീനതയിലാണ് എന്ന് പറയും. അവിടെ മെറിറ്റ് ഇല്ല എന്നർത്ഥം അല്ലേ? അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ബലഹീനതയിൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ബലഹീനതയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ബലഹീനതയിലാണ്, ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി. അത് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. അപ്പോഴേ നമ്മൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, when I am weak then I am strong. ഇൻ കേസ് നിങ്ങൾക്ക് മെറിറ്റ് കുറയുന്നു അല്ലേ, മെറിറ്റ് യോഗ്യത കുറയുന്നു, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യോഗ്യത കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രേസ് കൂട്ടിയെടുക്കണം. മനസ്സിലായോ? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ അതുലിൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങളിൽ വരണത് എന്താണെന്നറിയാവോ? ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ വന്നിട്ട്. ഓൺലൈൻ എടുക്കുന്ന ഉടമ്പടിയിലെല്ലാം അമ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വന്ന് ഉടമ്പടി എടുക്കണം. പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുക്കണം. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. ഓൺലൈൻ ഉടമ്പടി, നിങ്ങൾ ഏത് അന്റാർട്ടിക്കയിലായിരുന്നാലും എടുക്കാൻ പറ്റുന്ന ഓൺലൈൻ ഉടമ്പടി, അമ്മയുടെ സന്നിധിയിലേക്ക് വന്നെടുക്കുന്നതാണ് തീർത്ഥാടന ഉടമ്പടി. അപ്പോൾ അതിനാദ്യം എടുത്ത ഓൺലൈൻ ഉടമ്പടിയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ഓഫർ ലെറ്റർ വന്നു, കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ ഞെട്ടിച്ചു പോയി. പക്ഷേ പിന്നെന്താ പ്രോബ്ലം? അടുത്ത പ്രോബ്ലം എന്താണ്? അടുത്ത പ്രോബ്ലം കണ്ടീഷണൽ ഓഫ് ലെറ്റർ വന്നെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു 60 ലക്ഷം രൂപ അടക്കണം. അതാണ് കണ്ടീഷണൽ ഓഫ് ലെറ്റർ എന്ന് പറയണത്. യൂണിവേഴ്സിറ്റി കൊണ്ട് 60 ലക്ഷം രൂപ അടക്കണം. 60 ലക്ഷം രൂപ അടക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ മെറിറ്റ് ഇല്ല. അവിടെ അതാണ് നമ്മൾ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യോഗ്യതയില്ല. അതുകൊണ്ട് ഉടനെ ഇവൻ ബാങ്കിൽ പോകും. 2-3 ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരൻ പറയണത് ഇവന് സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്നാണ്. അതാണ് ഈ മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. സിവിൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റുകൾ കുറവായിരിക്കും. ഇപ്പോൾ ഒരാളിന് 100 പോയിൻ്റ് കിട്ടിയാൽ മാത്രമേ, ഇപ്പോൾ എല്ലാം പോയിൻ്റാണല്ലോ, അത് കമ്പ്യൂട്ടറാണ് നിശ്ചയിക്കുന്നത്. നമ്മളുടെ എല്ലാ സാധനവും അപ്ഡേറ്റ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മുടെ പേരടിച്ചിടുമ്പോൾ തന്നെ, ആധാർ കാർഡിലൊക്കെ പേരടിച്ചിടുമ്പോൾ തന്നെ പോയിൻറ്റ്സ് പറയും കമ്പ്യൂട്ടർ. അതോടെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. പണ്ടൊക്കെ ആ ബാങ്കിൽ നിന്ന് കടമെടുത്ത ഈ ബാങ്കിൽ നിന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കുമായിരുന്നു. ഇപ്പോൾ ബാങ്കുകാരെല്ലാം കൂടി നെറ്റ്വർക്കിൽ സെയിം ആക്കി വെച്ച് കാരണം ഒരു പണിയും നടക്കത്തില്ല. ഏതെങ്കിലും നരകത്തിൽ പോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ശരി, നിങ്ങൾ വരുമ്പോൾ പിടുത്തം വീഴും. അപ്പോൾ പോയിൻ്റ് കുറവായത് കാരണം ഇവൻ എന്ത് ചെയ്യും? അപ്പോൾ അവന് മെറിറ്റില്ലല്ലോ, സിവിൽ പോയിൻ്റ് കിട്ടണില്ല, 60 ലക്ഷം രൂപ വേണ്ടേ. അപ്പോൾ പോയിൻ്റ് കുറവായതുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനാണ് അച്ഛൻ മെറിറ്റെന്ന് പറയണത്. മെറിറ്റ് തീർന്നാൽ പിന്നെ എന്നാ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രേസാണ്. യോഗ്യത പോയാൽ പിന്നെ എന്താ വർക്ക് ചെയ്യണത്? കൃപയാണ്.
ഇതാണ് എഫെസ്യസ് 2:8 ഫോർമുല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് അതിൽ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിവിൽ പോയിൻറ്റ്സ് ഇല്ലല്ലോ, അപ്പോൾ മെറിറ്റ് ഇല്ലല്ലോ. അവൻ പിന്നെ എന്ത് ചെയ്യും? അവൻ ഓൺലൈൻ ഉടമ്പടി അവൻ കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്യും? അവനത് തീർത്ഥാടന ഉടമ്പടിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെന്താണ്? ടെക്നിക്കലായിട്ട് അതായത് നമ്മുടെ ഗ്രേസ് ലെവൽ കൂടാൻ വേണ്ടിയാണ്. ഗ്രേസ് ലെവൽ അവനെ അറിയത്തില്ലത്. അവനെ ചെയ്തിരിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അറിയണ ഒരാളുണ്ടല്ലോ. അങ്ങനെ വേറെ എന്നാ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമില്ലേ? 14:26 വായിച്ചേ. ശ്രുതികട്ടെ ലലിയ. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നിനു പറഞ്ഞ യോഹന്നാൻ 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അപ്പോൾ ഇതൊരു വിഷയമാണ്. ഇപ്പം ചില കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അതേസമയം തന്നെ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. കാര്യം 14:26. എന്താണ്? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് ഈശോ പറഞ്ഞത്? സഹായകനാണ്. മനസ്സിലായല്ലേ? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്നത് ആരാണ്? സഹായകനാണ്. ഈ സഹായകൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യത്തിൽ സഹായം, കുറച്ച് കാര്യത്തിൽ വേറെ നമ്മൾ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകണം, അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും സഹായകനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും ഒരു മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ അച്ഛൻ പറയും, അല്ലേ? വിശുദ്ധിയോടെ വ്യാപരിക്കാൻ പറയും. അതെന്തിനാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഈ ദൈവസാന്നിധ്യം എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര ശക്തമാണ്. മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ഉടമ്പടിയുടെ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അറിയണം. എന്താ വെച്ചാൽ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ കാരണം ഇതിലൊന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വെൻ യു ടേക്ക് ദ കവനന്റ് പ്രെയർ യു റിസീവ് ഹോളി സ്പിരിറ്റ്. അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടായിരിക്കണം. അല്ലാതെ നിങ്ങളിങ്ങനെ ആക്കാനും വേണ്ടി ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാം, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, അതുകൂടി എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കാണ്ടാമൃഗ ക്രിസ്ത്യാനിയില്ലേ, ആ ടൈപ്പിൽ വന്നാൽ ഒരു പണിയും നടക്കത്തില്ല. മറിച്ച് നിങ്ങൾ ഇതിന് ഉടുത്തുകെട്ടി ഇറങ്ങണം സംഭവം. കാര്യം ഇത് പെർഫെക്റ്റ് ഫോർമുലായി വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലാതെ നിങ്ങളുടെ അംബിഗസ് ഹൈപ്പോത്തസിസിൽ വർക്ക് ചെയ്യണമല്ല. ഇത് ബിബ്ലിക്കലായിട്ടുള്ള കറക്റ്റ് ഫോർമുലായി വർക്ക് ചെയ്യേണ്ടതാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും 4.1 ആകത്തില്ല, 3.99 ആകത്തില്ല. ദാറ്റ് ഈസ് 4 ഷാർപ്പ് ഷൂട്ടറാ. അതുകൊണ്ട് തന്നെ മക്കൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഉടമ്പടി വിഷയത്തിൽ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ കൽപ്പനകൾക്ക് കാതോർത്ത് എത്രയും വേഗം ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഉടമ്പടിയിലെ എക്കാലം പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുക്കാൻ പോകുന്നവരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഉടമ്പടിയിൽ എപ്പോഴും ഒരു ഉള്ളിലിരുന്നൊരു ആലോചന എല്ലാ കാര്യങ്ങൾക്കും ദൈവം തരും. അതിന് നമ്മൾ ആഗ്രഹമെന്ന് പറയുകയും ചെയ്യും, ചിലപ്പോൾ ചിന്തയെന്ന് പറയും, ചിലപ്പോൾ ആശയമെന്ന് പറയും. പക്ഷേ എല്ലാം ദൈവികമായിരിക്കും. കാര്യം എന്താണ്? നീ വിശുദ്ധിയോടു കൂടിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഡോണയുടെ സാക്ഷി ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ,
അവളെ സംബന്ധിച്ചത് അവിടെ പാസ്പോർട്ട് റിജക്റ്റഡ് ആണ്. പാസ്പോർട്ട് റിജക്റ്റഡ് ആകണം. വെറും ഒരു 72 മണിക്കൂർ കൊണ്ട് പുതിയ പാസ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. നടക്കാത്ത കാര്യമാണ്. 1 മാസം അതിൻ്റെ ഡോർമെൻറ്റ് ടൈമുണ്ട്. പക്ഷേ ഇവൾ പാസ്പോർട്ട് തിരിച്ച് റിജക്റ്റായ പാസ്പോർട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള പാസ്പോർട്ട് കൊണ്ടുവന്ന് പാസ്പോർട്ട് ഓഫീസിൽ കാണിക്കുമ്പോൾ അയാൾ പറയും ഇതിൻ്റെ അത് മിസ്റ്റേക്സ് ഒന്നുമില്ല എന്ന് പറയണല്ലേ. എന്ന് പറഞ്ഞാൽ അയാൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഫോറിൻ എംബസിയിൽ നിന്ന് റിജക്റ്റായി, നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് റിജക്റ്റ് കഴിയുമ്പോൾ ഇവിടെ എവിടെ പോകാനാണ്? അപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതിനാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ കത്തും. എന്താണ്? മുകളിലോട്ട് പോവുക, ഏറ്റവും മുകളിൽ ഹയർ ഓഫീസറിനെ പോയി കാണുക. അതെന്താണ്? നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയും. ആ വചനെടുത്ത് ശ്രുതികട്ടെ യെശയ്യാ 30:21 വായിച്ചുള്ളുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ ഒരു ഫോർമാറ്റിലേക്ക് മൈൻഡ് സെറ്റ് തിരിച്ചു വരണം നമ്മൾ. അതായത് പെട്ടെന്ന് ഡെഡ് എൻഡായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഇവളുടെ പാസ്പോർട്ട് റിജക്റ്റായി, ഫോറിനിൽ നിന്ന് റിജക്റ്റായി, വിസ റിജക്റ്റായി, ഇവിടെ നിന്ന് റിജക്റ്റായി. അപ്പം പിന്നെ എന്ത് ചെയ്യും? പിന്നെ എങ്ങോട്ട് തിരിഞ്ഞിട്ടും നിവർത്തില്ലാത്തപ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അവളുടെ മനസ്സിൽ തോന്നി ഹയർ ഓഫീസറെ പോയി കാണാൻ പറഞ്ഞു. ഹയർ ഓഫീസറിനെ പോയി കാണുമ്പോൾ അതിനേക്കാൾ വിഷയം കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ ഹയർ ഓഫീസിനെ പോയി കാണുമ്പോൾ ഇവിടെ ഉടമ്പടി കാശിന് ഇടയിലുണ്ട്. അത് തൊട്ട് വിശ്വാസപ്രമാണം ശരിയാണ് പോണത്. അതായത് നിങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യം. ദാറ്റ് മീൻസ് എന്താണ്? 33:14 വായിച്ചോളൂ. പുറപ്പാടിൻ്റെ പുസ്തകം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. സോ പ്രസൻസ് ഈസ് ഫോർ കൺസോലേഷൻ. നോ, അതാണ് എൻ്റെ ഉടമ്പടിയുടെ രീതി. എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യം നൽകണേ എന്തിനാണ്? ചുമ്മാ കാഴ്ചക്കാരനെ പോലെയല്ല. ഇപ്പം ചില നിയമസഭയിലും യുഎൻഒയിലുമൊക്കെ ചില ക്ഷണിക്കപ്പെട്ട അതിഥികളില്ലേ, ഓൺ ലുക്കേഴ്സായിട്ട് പോയി അവിടെ പ്രൊസീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കും. സിനഡിലും ഉണ്ടാകും പ്രൊസീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുക അനുവാദം. വല്ല കഥയുള്ള എന്നുവെച്ചാൽ അവരുടെ പ്രൊസീഡിങ്സേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന. അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യാനൊന്നും നമുക്ക് അധികാരമില്ല. നിരീക്ഷകരായി പോണവർ. മനസ്സിലായോ? നമുക്ക് അതായത് ഇതുപോലെ വലിയ വലിയ ഫോറങ്ങളിൽ നിരീക്ഷകരുണ്ടാവും. അവർക്ക് വിളിക്കാൻ പറ്റത്തില്ല. അവർ ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ്. നിരീക്ഷകരായിട്ട് കണ്ണ് മാത്രം തുറന്നിരിക്കും, അവർ ക്ലിപ്പിട്ട് വെച്ചിരിക്കുക. അതിനാണ് നിരീക്ഷകരെന്ന് പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു നിരീക്ഷകനല്ല. മനസ്സിലായില്ലേ? നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയും. നീ 34:14 നമ്മളെന്താ വായിച്ചത് കേട്ടോ? എന്താ വായിച്ചത്? ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിന്നോട് വരിക മാത്രമല്ല ചെയ്യണത്, പിന്നെ എന്താണ്? നിനക്ക് ഉടമ്പടി എടുക്കുന്നൊരു ബോധം ഉണ്ടാകണം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയുള്ള ദൈവമാണ്? നിരീക്ഷകനായ ദൈവമല്ല. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകണ ദൈവം. പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. മേക്ക് എ ഡിഫറൻസ് എന്നോ പറയത്തില്ലേ? അതായത് മറ്റ് വ്യക്തികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കും. അനിൽ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അവിടെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അതായത് ഇവൻ ഒരു പയ്യൻസാണ്. ശരിക്കും ഇവന് ആകപ്പാടെയുള്ള ആസ്തി എന്താണ്? വിശ്വാസം. പിന്നെ ഉള്ളത് എന്താണ്? ആഗ്രഹം. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് കൊണ്ടാണ് ഇവിടെ മൂലധനം ഇതാണ്, ക്യാപിറ്റലാണ്. ഒരു വിശ്വാസിയുടെ ക്യാപിറ്റൽ എന്താണ്? പൈതൃക സ്വത്താണോ? കാലാകാലങ്ങളായിട്ട് അപ്പന്മാരിൽ നിന്ന് പകർന്ന് കിട്ടിയ 100 കണക്കിന് ഏക്കർ ഭൂമിയാണോ? എന്താണ്? നമുക്കുള്ള വിദ്യാഭ്യാസമാണോ?
നമുക്കുള്ള കെട്ടുപാടുകളാണോ? നമുക്ക് ശുപാർശ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാനുമുള്ള സംവിധാനങ്ങളാണോ? വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ ഫെയ്ത്ത്ഫുൾ? ഒരു വ്യക്തിയുടെ മൂലധനം എന്താണ്? യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. നീ അത് മനസ്സിലാക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എടുത്ത നീ വ്യക്തിയാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കക്ഷിയായി, നീ മറുകക്ഷിയായി കർത്താവിനോട് നീ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഇതിൽ നിൻ്റെ മൂലധനം എന്ന് പറയുന്നത് നിൻ്റെ കർത്താവ് തന്നെയാണ്. കൈയിട്ടിച്ച് കർത്താവ് എപ്പോഴും ബൈബിൾ ഇങ്ങനെ വല്ലാണ്ട് പറയുന്ന ഒരു സംഭവമാണ്. എന്താണ്? ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി എന്ന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ജീവനുദുക ജീവദായക ജീവനുദുക ജീവദായക ജീവനാളമ എരിഞ്ഞു തീരുക ജീവനാളമ എരിഞ്ഞു തീരുക. ജനം കേൾക്കുക, ഏറ്റുപറയുക. 16-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. 16 സങ്കീർത്തനം 16:5 ഏറ്റുപറയുക. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ഓ, ദാറ്റ്സ് ഓക്കെ. അതായത് ഒന്ന് പറഞ്ഞേ, കർത്താവാണ് 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 എൻ്റെ ഓഹരിയും എൻ്റെ ഓഹരിയും പാനപാത്രവും. പാനപാത്രവും. The Lord God is my portion and cup. എന്നുവെച്ചാൽ കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ അപ്പം തന്ന സ്വത്തല്ല. നിങ്ങൾ എവിടെ ആശ്രയിക്കണമെന്ന് പറയുകയാണ്. യു മസ്റ്റ് റിലേ അപ്പോൺ യുവർ ലോഡ് യുവർ ഗോഡ് ഹിസ് ക്രൂസിഫൈഡ് ആൻഡ് റിസൺ. നിന്റെ മേൽ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി പകരമായവനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. കൈയടിച്ച് കർത്താൻ. ഇത്തരം കാര്യങ്ങളാണ് അതുൽ ജോർജ് പറയണത്. എന്താണ്? എൻ്റെ ആസ്തി, എൻ്റെ മൂലധനം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ വിശ്വാസമാണെന്ന്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയുമായ എൻ്റെ കർത്താവിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആസ്തിയും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയുമായ കർത്താവാണ് എൻ്റെ മൂലധനം. എൻ്റെ ആസ്തിയും എൻ്റെ അവകാശവുമായ കർത്താവാണ് എൻ്റെ മൂലധനം. അതുകൊണ്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് സിവിൽ പോയിന്റ്സ് ഇല്ല, അതുകൊണ്ട് ബാങ്കുകാർ എന്നെ റിജക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഐ ലോസ്റ്റ് മൈ മെറിറ്റ്, അല്ലേ? ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉടമ്പടി റിലൈസ് ചെയ്തു. നിങ്ങൾ ഓർക്കണം, ഹീസ് എ സ്റ്റുഡൻറ്റ്. ഒത്തിരിയേറെ വർഷങ്ങൾ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളല്ല, ഒരു പുതുക്കക്കാരനാണ്. എന്നാലും ചെയ്യണ കാര്യങ്ങൾ വൃത്തിയും മെനയായിട്ടങ്ങോട്ട് ചെയ്തിരിക്കുകയാണ്, വെടിപ്പായിട്ടങ്ങോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഉടമ്പടിയെ അത് റൈറ്റ് ഫോളോ ചെയ്യുകയാണ് കൃത്യമായിട്ട്. എന്താണ്? എൻ്റെ കർത്താവാണ് എൻ്റെ ഓഹരി, എൻ്റെ അവകാശമെന്ന് പറയുന്ന സങ്കീർത്തനം 16:5 നിലപാടാണ്. എന്താണ്? എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണെന്ന് പറയണത്. എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണ്. എന്തുള്ള വിശ്വാസമാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ എബി എന്നും പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. എബിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, എബി മാളയിലുള്ള ആളാണ്. നിങ്ങളത് യൂട്യൂബിലുണ്ട്, നല്ല സാക്ഷ്യമാണ്. എബിയുടെ പ്രശ്നം, എബി ഒക്ടോബർ 2021 അയാളെ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ്. പെട്ടെന്ന് ആളെ കൊളാപ്സായിപ്പോയി. കോവിഡ് പിടിച്ചാണെന്ന് തോന്നുന്നത്. കോവിഡിൻ്റെ മൂർധന്യ സമയത്താണ് എബി കൊളാപ്സായിപ്പോവും. പുള്ളിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഡ്യൂട്ടി കുറച്ച് കടുത്ത ഡ്യൂട്ടി ആയത് കാരണം അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് പുള്ളി അതും കൊണ്ട് നടന്ന് പെട്ടെന്ന് പുള്ളി ഫെയ്ഡായിപ്പോയി, വീണുപോയി. പിന്നെ ഇയാൾ ആംബുലൻസിലാണ് കൊണ്ടുപോണത്. ഖത്തർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ പുള്ളി ഉടനെ കോമയിലായിപ്പോവും. അതായത് പൾസ് ഡൗൺ ആകും, പ്രഷർ ഡൗൺ ആകും, പിന്നെ ഈ ഓക്സിജൻ കിട്ടണില്ല. പക്ഷേ എന്നിട്ട് ഇയാളെ കൊണ്ടുപോയി ഒരു ടെൻറ്റിലാണ് ഇടണത് പുറത്ത്. കോവിഡ് കാലത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഹോസ്പിറ്റലിലെ ബെഡെല്ലാം തീരും. പിന്നെ അവിടേക്കാണ് സ്വദേശി വിദേശി പ്രശ്നം വരണത്. അപ്പോൾ അവിടെ ആ കാലങ്ങളിലെല്ലാം ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം സ്വദേശികളെ എടുത്ത് കട്ടിലേക്ക് കിടത്തിയിട്ട് വിദേശികളെ കൊണ്ടുവന്ന് കൂടാരത്തിലിടും. ചത്തെങ്കിൽ ചത്ത്, ഉണ്ടെങ്കിൽ ഉണ്ട്.
ട്രീറ്റ്മെൻറ്റ്. നമ്മൾ കടന്നു പോകുന്നൊരു കാലമാണ് കോവിഡ് കാലം. നമ്മൾ ആരുമൊക്കെ ആണെന്ന് പറഞ്ഞ് നടന്ന ഒരു കാലമുണ്ട്. പക്ഷെ നമ്മൾ അന്യനാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളവർക്കും PR കിട്ടിയിട്ടുണ്ട്, നമ്മൾ അവിടുത്തെ പൗരനാണ്, ആന കൂനെന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എത്രാമത്തെ പൗരനാണെന്ന് അവർ പറയും നിന്നോട്. അതാണ് വിഷയം. നീ എത്രാമത്തെ പൗരനാണെന്ന് പറയും. 1ാമത്തെ പൗരനാണോ, 2ാമത്തെ പൗരനാണോ, 3ാമത്തെ പൗരനാണോ. ദൈവ പൈതലെ ബേസിക്കായിട്ട് ഓർക്കുക, നിൻ്റെ കയ്യിരിക്കുന്ന കാർഡല്ല നിനക്ക് തന്നിരിക്കുന്ന വേറൊരു കാർഡുണ്ട്. ഇത് നീ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, ഏത് കോവിഡ് വന്നാലും. റോമ 8:32 നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ലേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ എന്ന് പറഞ്ഞ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മക്കൾ, ഇത് തമ്മിൽ ചേർത്ത വായിക്കേണ്ടത്. നമ്മുടെ ആസ്തി എന്താണ്, നമ്മുടെ മൂലധനം എന്താണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതിലൂടെ പരിശുദ്ധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആസ്തി എന്താണ്? ഇപ്പോൾ ഈ അതുൽ ജോർജ് പറഞ്ഞില്ലേ, എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണെന്ന്. ആരിലാണ് ആ വിശ്വാസം? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിലാണ്. എങ്ങനെയുള്ള കർത്താവാണ്? തൻ്റെ മകനേക്കാളും നമ്മൾ ബഹുമാന്യനായി കരുതുന്നവനാണ്. ഐസയ വായിച്ചില്ലേ, നീ എനിക്ക് ബഹുമാന്യനാണ്, എനിക്ക് പ്രിയങ്കരനാണ്. അതൊക്കെ നമുക്കുള്ള സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കണം. മനസ്സിലായില്ലേ? മറ്റു മനുഷ്യർ നമ്മളെ തള്ളിക്കളഞ്ഞു, ബാങ്കിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടു, കോളേജിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടു, വിസ എൻട്രി നമ്മൾ പരാജയപ്പെട്ടു, നമ്മളെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ ഓരോരോ സംവിധാനങ്ങൾ നിന്നെ കൈവിടുമ്പോഴേ നിനക്ക് വേണ്ടി പറയുന്നവരാണ്, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ, പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ സോ മൈ ചൈൽഡ്, ഓ ദൈവപൈതലെ, നീ ശ്രദ്ധിക്കുക. നീ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഓഫീസിൽ നിന്നോ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് നിന്നോ നീ ഡിപ്രൈവ് ആയി കഴിഞ്ഞാൽ, നിന്നെ അവർ തള്ളിവിട്ടാൽ, നിനക്ക് മെറിറ്റില്ലെന്ന് പറഞ്ഞു വിട്ടാൽ, നീ പറയണം, എനിക്ക് വേണ്ടി വില ചെയ്തവൻ, രക്തം ചിന്തിയവൻ, എന്നെ വീണ്ടെടുത്തവൻ, തൻ്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്നവൻ, എല്ലാ ജനതകളെക്കാൾ പകരമായി തൻ്റെ ജീവനെ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി നൽകിയവൻ, അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകുന്നവൻ എൻ്റെ കർത്താവ്, അവനാണ് എൻ്റെ അവകാശം, അവനാണ് എൻ്റെ ഓഹരി. ശ്രദ്ധിക്കട്ടെ. എബി എന്ന് പറയുന്ന സഹോദര ഖത്തറിൽ ഓഫീസ് എന്ത് കോമയിലായിപ്പോയി, ഓർമ്മ പോയെന്ന 18 ദിവസം ഓർമ്മയില്ലാതെ കിടന്നു. മൂക്കിൽ കൂടി ശ്വസിക്കുന്നു, അവരിനെ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നു, ശരീരം വെട്ടുതടി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഡോക്ടർമാർക്കൊന്നും ചെയ്യാനേ പറ്റണില്ല. അപ്പോൾ ആസിഫ് ഡെഡ് എന്ന രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യണത്. ഡെഡ് ബോഡി ആണെന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത്. പിന്നീട് ഒരു ദിവസം ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കും. അവർക്കറിയത്തില്ല, കൃപാസനത്തെക്കുറിച്ച് അറിയത്തില്ല. ആരുമൊക്കെ പറഞ്ഞിട്ട് ആസ്ട്രേലിയയിൽ നിന്നൊരു ലിങ്ക് കൊടുത്ത് എന്നാൽ അവിടെ സാക്ഷ്യപ്പെടുത്തി. ആ ചേട്ടൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ. തടിയനായ സുഖനായ ഒരു മനുഷ്യൻ, അദ്ദേഹം തന്നെ സാക്ഷ്യം പറയണത്. അതായത് ഒരു ലിങ്ക് കൊടുത്തിട്ട് വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുത്ത രാത്രി, ഡേറ്റ് ഉണ്ട്, അതിൻ്റെ ടൈമുണ്ട്. ആ ടൈമിൽ പെട്ടെന്നൊരു മിന്നൽ കയറിയിട്ട് ഈ മനുഷ്യന് ബോധം വെക്കും. ബോധം വെക്കണ മുമ്പ് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. അതായത് അദ്ദേഹം സാക്ഷ്യത്തിൽ പറഞ്ഞ വിഷയമുണ്ട്. അതായത് ഡോക്ടർ അവസാനം ഡെഡായെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളുടെ ട്യൂബെല്ലാം ഊരി മാറ്റും. ട്യൂബെല്ലാം ഊരി മാറ്റിയിട്ട്
അത് ആ ട്യൂബ് ഊരി മാറ്റണതിന് സെക്കൻഡുകൾക്ക് മുമ്പാണ് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് വൈഫ്. പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഉടനെ മാതാവിന് ഈ മനുഷ്യൻ മനസ്സിൽ കാണും. കാര്യം ഓർമ്മയില്ല. എബി പറയണത് എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ലെന്നാണ് പറയണത്. നീ ഒന്ന് ചിന്തിച്ച് ആ സിറ്റുവേഷൻ കണ്ട. നമ്മൾ പേര് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നടക്കില്ലേ. എൻ്റെ പേര് വിളിച്ചില്ല, എൻ്റെ പേര് പറഞ്ഞില്ല, എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചില്ല, ഇങ്ങനെ പേര് വെച്ചുള്ള കളികൾ എന്തുമാത്രമാണ് ഉള്ളത് ഇല്ലേ. നമ്മുടെ പേര് നമുക്ക് എന്തോ ആനക്കാര്യമാണെന്ന് നമ്മൾ ധരിച്ചിട്ട് പേര് അവഗണിച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്തതിൻ്റെ പേര് നമ്മൾ ഫൈറ്റിനൊക്കെ ഇറങ്ങും. പേര് പ്രശ്നമാണ്. പക്ഷേ ഈ പേര് ഒരു കാലത്ത് നമ്മൾ മറന്നു പോകും. മറ്റുള്ളവർ മറക്കണതിൻ്റെ കാര്യമില്ലല്ലോ. മറ്റുള്ളവർ മറന്നു പോകുമെന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുക്കാനോ പോകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിട്ട് വീട്ടിൽ പോകാതിരിക്കുകയോ അങ്ങനെ ചെയ്തിട്ടേ കാര്യമില്ല. മറ്റുള്ളവർ മറക്കണ പോട്ടാ, നിങ്ങൾ തന്നെ നിങ്ങളുടെ പേര് മറക്കുമെന്നാണ് പറയണത്. എബി പറഞ്ഞില്ലേ 18 ദിവസമായിട്ട് എൻ്റെ പേര് തന്നെ ഞാൻ മറന്നുപോയി, വെറുതെ വിട്ടു തടി പോലെ കിടക്കുകയാണ്. ഓർക്കണം കേട്ടോ, പേര് വെച്ച് കളിക്കുന്നവരൊക്കെ ഓർത്തേക്കണം. വലിയ പേരും നിലയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പേരാണ് അവൻ ആദ്യം കളഞ്ഞത്. പ്രകൃത്യാ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഈ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ എളിമ ആരംഭിക്കുന്നത്. പരിഗണിക്കേണ്ടതിനടുത്ത് വെച്ചാണ് അഹങ്കാരം ആരംഭിക്കുന്നത്. ഫിലിപ്പിയർ 2:7 ഭയങ്കര സീരിയസ് വചനമാണ്. പരിഗണിക്കാത്തിടത്ത് വെച്ച്, നമ്മളെ ദൈവദൃസന്നിധിയിൽ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അല്ലെ നമ്മളെ മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേര് നമുക്ക് നൊമ്പരം തോന്നാത്തിടത്ത് വെച്ച് ആണ് എളിമ ആരംഭിക്കുന്നത്. എളിമയെന്ന് പറഞ്ഞ് ജലദോഷം പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്ന ആധ്യാത്മികതയിൽ വന്നിരിക്കുന്ന വിഷയം നമ്മൾ നെഗളത്തിന് എളിമ എന്ന് പറയും അല്ലേ. നെഗളം അഹങ്കാരത്തിന് എളിമ എന്ന് പറയും. പക്ഷേ എളിമ എന്ന് പറയണത് എന്താണ്? അത് കൃപ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുവിശേഷ സൂത്രമാണ്. ഏതെങ്കിലും കാരണവശാലും നിന്നെ തള്ളിക്കളയുക, നിന്നെ ഓഫീസിൽ നിന്ന് തള്ളിക്കളയുക, ഇൻ്റർവ്യൂവിന് ഔട്ടാക്കുക എന്നിട്ട് നിങ്ങൾ പറയത്തില്ലേ എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെയാണ് അവരെടുത്തത്, എന്നെ എടുത്തില്ല എന്ന് പറയും. എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെ എന്നെ എടുത്തില്ല, അപ്പോൾ അവരെന്നോടെന്തോ അനീതി കാണിച്ചു എന്നാണ്. എൻ്റെ ദൈവവേദന നിങ്ങൾക്ക് പരിചയം ബന്ധമുള്ളവരും ബന്ധമില്ലാത്തവരും നിങ്ങളോട് എന്ത് കാണിച്ചു എന്നുള്ളത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. എന്താ കാര്യം? നിങ്ങളോട് നീതി കാണിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞവൻ. അവൻ നിന്നെ ഫൊർസേക്ക് ചെയ്യാത്തോടത്തോളം, നിന്നെ അവഗണിക്കാത്തോളം കാലം നീ നട്ടലോടുകൂടി നിൽക്കണം. അവൻ നിന്നെ എന്താ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. കാര്യം നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഉള്ളുപദേശം കിട്ടാത്തത്? എന്തുകൊണ്ടാണ്? അതായത് നിങ്ങൾക്ക് ഉള്ളുപദേശം കിട്ടണില്ലെങ്കിൽ നിങ്ങൾ യു ആർ സീസ് ടു എക്സിസ്റ്റ് ആസ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യൻ നിലയിൽ നിങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഉള്ളുദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾക്ക് ഇടറവോ ഒരു പരാജയമോ സംഭവിച്ചാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീ വലത്തോട്ട് എത്ര വചനം 20 30:21 വായിച്ചോളൂ. ഉള്ളുദ്ദേശം പറഞ്ഞോളൂ. ഏശയ്യാ 30:21 എന്താ പറയണത്? നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ ഉള്ളിൽ നിന്ന് ഉള്ള് ഉപദേശം എന്നും പറഞ്ഞ് ഒരു ആധ്യാത്മികമായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇത് എപ്പോഴാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ. കാര്യം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്ത ആ സാഹചര്യങ്ങൾ ഉടമ്പടിക്കാർ അവോയ്ഡ് ചെയ്യണം. കാരണം പരിശുദ്ധാത്മാവ് ഇപ്പോൾ എഫേസ്യസ് 4:30, 1 തെസ്സലോനിക്കർ 5:19 എന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ.
4:30. എഫേസ്യസ് 4:30 പറഞ്ഞോളൂ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി, പറഞ്ഞ രക്ഷയുടെ ദിനത്തിന് വേണ്ടി, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഈ ഉള്ളുപദേശം കിട്ടാത്തത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കണ കൊണ്ടാ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കുന്നത്? നിങ്ങൾ വേറെ അരൂപിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ കൊണ്ടാണ്. ദുഷ്ടാരൂപി, മനുഷ്യാരൂപിക്കൊക്കെ അല്ലേ? അതായത് വിനയപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു മത്സരത്തിലാണ്. നിങ്ങളൊരു മത്സരത്തിലാണെങ്കിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ സ്പിരിറ്റാണ്, ദൈവാരൂപിയല്ല, പരിശുദ്ധാരൂപിയാണ്. കാര്യം ദൈവത്തെ നഷ്ടപ്പെടാതിരുന്ന കാലം വേറെ ബന്ധമോ സ്വന്തമോ എന്ത് നഷ്ടപ്പെട്ട എന്നാ? അവളെന്നെ ഫോൺ വിളിച്ചിട്ട് കുറേ നാളായി, സാരമില്ല. ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. ചില ആൾക്കാർ സ്ഥിരം നിൽക്കുന്ന ഫോൺ വിളിക്കുന്ന ആൾക്കാർ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങളൊരു പോക്ക് സ്ത്രീയാണെന്ന് പറയാം, അല്ലെ പുരുഷനാണ്. എന്താ കാര്യം? മനുഷ്യന് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു ദൈവത്തെക്കാൾ ഉപരി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു മസ്റ്റ് വീപ്പ്. എന്താ കാര്യം? അപ്പം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകണം. നിങ്ങൾക്ക് ദൈവദർശനത്തിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്കറിയാമല്ലോ ഏത് പാപാവസ്ഥയിലാണെങ്കിലും ദൈവം ചെയ്യണൊരു കാര്യം, ഒരു ത്രെഡ് ഇട്ടേക്കും. എന്താണ്? തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയത്തില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പാപാവസ്ഥയൊക്കെ വരുമല്ലോ, മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, ചിലപ്പോൾ അറിഞ്ഞു വരും, അറിയാതെ വരും. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞ് വന്നിട്ടും നിങ്ങൾക്ക് പ്രെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണ്. നിങ്ങൾക്കത് ഒന്നുമേ പറ്റണില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഡിപ്രൈവ്ഡ്. നിങ്ങൾ പുറത്താക്കപ്പെട്ടവളാണ്, പുറത്താക്കപ്പെട്ടവനാണ്. ശ്രദ്ധിക്കുക. കർത്താവായ ദൈവമേ, ഈശോയെ, ഞാൻ പാപാവസ്ഥയിലാണെങ്കിൽ അങ്ങ് എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നിരാശയിലാണെങ്കിൽ, എനിക്ക് ആ കാര്യത്തില് ദുഃഖമുണ്ടെങ്കിൽ ഈശോ എന്നെ പുനഃക്രമീകരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ പുനഃപ്രതിഷ്ഠിക്കണമേ. അതെന്താ മക്കളെ, എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവം ഒരേ സമയം തന്നെ ആരാണ്? വ്യക്തിയുമാണ്, ശക്തിയുമാണ്. കാരണം ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എപ്പോഴും ഞാൻ ആൾക്കാർക്ക് കിട്ടണത് ഈ ധ്യാനത്തിൽ നില കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവ് എന്നോട് ഈ സമയത്ത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉടമ്പടി ധ്യാനം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് എന്താ പറഞ്ഞത്? ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ പറയുന്ന IELTS ജയിക്കുകയോ PR കിട്ടുകയോ പ്രൊമോഷൻ കിട്ടുകയോ വസ്തു വിൽക്കുകയോ ഇതൊന്നുമേ അല്ല. ഇതെല്ലാം ഇഫക്റ്റാണ്. കോസ് എന്ന് പറയണത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി എടുക്കുന്ന വഴി നിങ്ങളിൽ വന്നു ചേരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണല്ലോ ജോഷുവ 1:9 പറയണത്, വേറെവർ യു ഗോ ഐ ആം വിത്ത് യു. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഞാൻ ഉണ്ടാകാത്തൊരു സാഹചര്യം, പ്രസൻസ് ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും, അച്ഛനിടയ്ക്ക് പറയും. എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ കത്തോലിക്കരാണെങ്കിൽ 2 ആഴ്ചയിൽ കുടുംബ കുമ്പസാരിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് മറ്റ് കത്തോലിക്കരല്ലാത്തവരോട് നിങ്ങൾ മനസ്സാക്ഷിയിൽ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ഇത് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈടറിവോ, നിങ്ങളുടെ ഇപ്പോൾ തന്നെ അതുലിൻ്റെ പ്രശ്നം എന്താണ്? അതുലിനെ ബാങ്കിൽ നിന്ന് ഡിപ്രൈവ് ചെയ്തില്ലേ അവൻ? ബാങ്ക് മാനേജർ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സിവിൽ പോയിൻറ്റ്സ് കുറവാണ്, അതുകൊണ്ട് ഇത് കിട്ടാനൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞു വിട്ടില്ലേ? അപ്പോഴെന്താ അതുൽ ചെയ്യണത്? ഉടമ്പടി അപ്പം എൻ്റെ 90 ദിവസമായി, ഓണയുടെ ഉടമ്പടി 90 ദിവസമായി. അതുകൊണ്ട് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തെന്ന്.
തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് എല്ലാം അങ്ങോട്ട് മാറുകയും ഇപ്പം പറയണത് എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ചുമ്മാ പണം എനിക്ക് തരാൻ തുടങ്ങിയെന്ന്. അടുപ്പക്കാരും അടുപ്പമല്ലാത്തവരും എല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് തിരക്കി വന്ന് അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ ആക്കാൻ വേണ്ടി എനിക്ക് 7.5 ലക്ഷം രൂപ വേണമായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് അറിയാത്ത അജ്ഞാതമായ സോഴ്സിൽ നിന്നൊക്കെ എനിക്ക് മാതാവ് പണം തന്നെന്നാണ്. അതായത് നിങ്ങൾക്കറിയണം, ഇത് സുവിശേഷം എന്ന് പറയുന്നത് ഒരു പണം ഇങ്ങനെ അടിച്ചു മാറുന്ന സുവിശേഷമല്ലേ ഇത്. മറിച്ചെന്ന് പറയുന്നത് അവൻ്റെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ അവൻ പറയുകയാണ്. അല്ലാതെ നിങ്ങളത് ആവശ്യമില്ലാത്തൊരു മെക്കാനിസത്തിനകത്ത് പ്രതീക്ഷിക്കരുത്. മറിച്ച് നിങ്ങളെ നിലനിർത്തി തരും. ആ 7.5 ലക്ഷമാണ് വേണ്ടത് അവന്, അല്ലെങ്കിൽ അവൻ ഔട്ടായി പോകും. അപ്പോൾ ദൈവം ആ സീറ്റ് അവന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കണ്ടീഷൻ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ കൊടുക്കാൻ വേണ്ടി അത്രയും പണം അവന് കൊടുത്തു. പിന്നീട് പതുക്കെ എല്ലാ കാര്യങ്ങളും റീസെറ്റ് ചെയ്യണ കാണാം അതിമനോഹരമായ രീതിയിൽ. അതുകൊണ്ടാണ് അവൻ ആദ്യം പറയുന്നുണ്ട് എൻ്റെ ആസ്തി എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസമാണ്. പിന്നെ എനിക്കുള്ളത് എന്താണ്? ഉടമ്പടിയിലൂടെ പിന്നെ ഉള്ളത് അവൻ്റെ അതായത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയാം. എന്താണ്? നമ്മുടെ ഗ്രേസ് ലെവല്, നമ്മുടെ മെറിറ്റ് 35% ആണെങ്കിലും നിങ്ങൾക്ക് എൻഗ്രേസ് ചെയ്ത് 65% ഫില്ല് ചെയ്യാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയണത്, ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല. ഞാനാണ് കൗണ്ടറിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്ന 70% ആൾക്കാരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിലല്ലല്ലോ പോണത്. നിങ്ങളെ പോയി ക്ലാസ് കേട്ട് എല്ലാം നന്നായിട്ട് ഉടമ്പടി ക്ലാസ്സെല്ലാം കേട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യുകയല്ലേ. ഞാനാണ് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 70% ആൾക്കാരോട് ഉടമ്പടി ചെയ്യിക്കത്തില്ല. എന്താ കാര്യം? എനിക്കറിയാം ചുമ്മാ ചൊല്ലണ ക്രിസ്ത്യാനിയാണ് വന്നിരിക്കണത്, ഉടമ്പടി ഇവർ ചെയ്യത്തില്ലെന്നറിയാം. അത് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ നമുക്കതേ പരിചയമല്ലേ ഉള്ളൂ, നമുക്കതല്ലേ പരിചയമുള്ളൂ, ചെല്ലിയല്ലേ പരിചയമുള്ളൂ. ഉടമ്പടി ചെല്ലി വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ചെയ്യണ പ്രാർത്ഥന കവനൻറ്റിൻ്റെ ഫോർമുല അതാണ്, അത് ചെയ്യണതാണ്. ചൊല്ലണത് എന്തുകൊണ്ടാണ് കൗണ്ടഡ് ആകണമെന്ന് അറിയാമല്ലോ. ചെല്ലണ്ടെന്ന് വെച്ചാൽ പറയത്തില്ല. ചൊല്ലണതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് 20% ഉള്ളു. എന്താ കാര്യം? എന്തുകൊണ്ടാണ് ചൊല്ലണത് ഇഫക്റ്റ് ആകാൻ കാര്യം? 20% എങ്കിലും ഇഫക്റ്റ് ആകാൻ കാരണം അതിൻ്റെ റോമാലേഖനം 9:10 എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അപ്പോൾ ഈ അധരം കൊണ്ട് ഏറ്റുപറച്ചിലുണ്ട്. പക്ഷേ നിങ്ങൾ എന്നാ ഏറ്റു പറഞ്ഞാലും അതിൻ്റെ അകത്തെല്ലാം യേശു കർത്താവാണെന്നുള്ള വാട്ടർമാർക്ക് ഉണ്ടാകണം. ചുമ്മാ ചൊല്ലിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ എഴുതുമ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു പ്രാർത്ഥന, ഇവിടെ നിന്ന് കിട്ടിയ പ്രാർത്ഥന, അരക്കിലോ പ്രാർത്ഥനാ പുസ്തകം വീട്ടിലിരിപ്പുണ്ട്. 2 കിലോ വെച്ചിരിപ്പുണ്ട് എല്ലാത്തിൻ്റെ വീട്ടിൽ. 2 കിലോ പ്രാർത്ഥനാ പുസ്തകം വെച്ചില്ലേ? നിങ്ങൾ എന്നാ പ്രാർത്ഥന ചൊല്ലിയാലും അതിൻ്റെ അകത്ത് യേശു കർത്താവാണെന്ന് എൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാകുന്ന നോക്കണം. അതാണ് എൻ്റെ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ത്രെഡ് എന്നുവെച്ചാൽ എന്ത് സംഭവം? അതാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മുഖമുദ്ര എന്ന് പറയണത്. നിങ്ങൾ എന്നാ ചൊല്ലിയാലും റോമ 10:9 അതിൻ്റെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. എന്താണ്? യേശു കർത്താവാണ്. അധരം കൊണ്ട് നമ്മൾ ഏറ്റു പറയാനുള്ളത് എന്താണ്? യേശു കർത്താവാണ്. മനസ്സിലായല്ലേ? അവൻ യേശു, അതായത് അപ്പൻ്റെ അർത്ഥം എന്താ? യേശു കർത്താവാണ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ കുറേ അധികം തർജ്ജിമകളുണ്ട്. ഇതെല്ലാം അതായത് ആത്മാവിൻ്റെ തർജ്ജിമകൾ. ഒരു വചനം കേൾക്കുമ്പോൾ ആത്മാവ് തർജ്ജിമ ചെയ്യണം. വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആത്മതർജ്ജിമ നൽകണം. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഇപ്പോൾ യേശു കർത്താവാണ്, ഉടനെ അത് ആ വചനം കേൾക്കുമ്പോൾ ഉടനെ ആത്മാവ് തർജ്ജിമ ചെയ്യും. ബാങ്ക് മാനേജറല്ല കർത്താവെന്ന്. അതാണ് സാധനം. അതാണ് തർജ്ജിമ എന്ന് പറയണത്. ഇത് നിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഖത്തറിലെ ഡോക്ടർമാർ എബിയോട് പറഞ്ഞു ഡെഡ് ബോഡിയാണ്, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയും. അല്ലേ? ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ബോധമില്ല, സ്വന്തം പേര് പോലും മറന്ന മനുഷ്യൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കണ ഒരു രൂപമുണ്ട്.
ആ ബോധം പോയി സ്വന്തം പേര് പോലും മറന്നു പോയ ആളിന് ബോധം വന്നപ്പോൾ വൈഫ് ഈ കൃപാസനം മാതാവിൻ്റെ രൂപം കാണിച്ചു കൊടുക്കും. ഈ മാതാവിൻ്റെക്ക് എന്നാണ് ഉടമ്പടി ചെയ്തിരിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ മനുഷ്യൻ കരയണ പോലെയാകും. എന്താണ്? എനിക്ക് ബോധമില്ല, എൻ്റെ ഓർമ്മയെല്ലാം പോയ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞത് ഞാൻ ഒരിക്കലും ഈ ജന്മത്തെ കാണാത്ത ഈ മാതാവിൻ്റെ രൂപമാണല്ലോ എന്ന് കൈയിടിച്ച് കർത്താൻ സ്വലലിയ. ഞങ്ങൾ നന്ദി പറയുന്നു. കൃപാസനമാതേ മറിയാമ്പികേ വരദാനവാരി ജപമാലറാണി ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാമ്പികേ വരദാനവാരിധി ജപമാലറാണി ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുൽ ജോർജിൻ്റെ സാക്ഷ്യം തുടരുകയാണ്. അതുൽ ജോർജ് എന്താ ചെയ്തിരിക്കുന്നത്? അത് ജോർജ് ഈ 7.5 ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചു. യൂണിവേഴ്സിറ്റി ഫീ ആണ് 7.5 ലക്ഷം രൂപ. അപ്പോൾ അവർക്ക് വിസ പ്രോസസ്സിങ്ങിൻ്റെ 54% എഴുതി കാണിക്കും കമ്പ്യൂട്ടർ. അവിടെ വിഷയം 7.5 ലക്ഷം രൂപ നമ്മൾ അയച്ച് UK അയച്ചു കൊടുത്തപ്പോൾ കമ്പ്യൂട്ടർ പിന്നെ കാണിക്കുന്നത് എന്താണ്? വിസ പ്രോസസ്സിൻ്റെ 54%. വിസ വരത്തില്ല. വിസ വരണമെന്നുണ്ടെങ്കിൽ അത് പിന്നീട് 70 പിന്നെ 80 100 പോയിൻ്റ് ആകുമ്പോൾ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഇവനെന്ത് ചെയ്യും? 100 പോയിൻ്റ് ആകാൻ വേണ്ടി എന്താ ചെയ്യണം ഇവൻ? ഈ ഉടമ്പടി അച്ഛൻ എപ്പോഴും പറയും അത് ചൊല്ലണ പ്രാർത്ഥന അല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ചൊല്ലണ പ്രാർത്ഥനയ്ക്ക് 20% ഔട്ട്പുട്ടാണ് ഉള്ളത്. ബാക്കി 80% എളിമയോട് ചെയ്യണതാണ്. എളിമയോട് ചെയ്യണ പ്രാർത്ഥനകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ രാഹുൽ ഒറ്റപ്പാലത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. രാഹുൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ അതിൻ്റെ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ആളാണ്. രാഹുൽ അവനെ ഇതുപോലെ തന്നെ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് പോകണം. അതിനുള്ള ആസ്തി ഭദ്രതകളൊന്നും ഇല്ല ആളിന്. അച്ഛൻ്റെ ഭാഷ ഉടമ്പടി ഭാഷ പറഞ്ഞ് മെറിറ്റില്ല. എൻ്റെ പ്രോസസ്സിങ്ങിനെക്കുറിച്ച് ഒക്കെ എങ്ങനെ പരിചയപ്പെട്ടും പറഞ്ഞും കേട്ടൊക്കെ വരണേയുള്ള ആൾ ഇൻ്റർവ്യൂവിന് പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഒക്കെ നിൽക്കുകയാണ്. പക്ഷേ ഇയാൾ ഒറ്റപ്പാലത്തുകാരനാണെങ്കിലും വർക്ക് ചെയ്യണത് ആലപ്പുഴയാണ്. ആലപ്പുഴ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ. ഹോട്ടൽ വർക്ക് ചെയ്തപ്പോൾ പുള്ളി പൂങ്കാവ്, ആലപ്പുഴ ഒരു പള്ളിയുണ്ടല്ലോ പൂങ്കാവ് പള്ളി ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പത്രം, ആരാണ് ക്രിസ്ത്യാനിയൊക്കെ കൊണ്ടുപോയതായിരിക്കും, പത്രം അവിടെ മേശപ്പുറത്തിരിപ്പുണ്ട് അവിടെ. അപ്പോൾ രാഹുലിന് എന്തോ പന്തികേട് തോന്നി. ആരാണ്ട് ഉടമ്പടി ഉടായ്പ പറ്റിപ്പുകാർ പത്രം മേടിച്ചുകൊണ്ട് പള്ളിക്കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്, കൊടുത്തിട്ടില്ല. അവനെയൊക്കെ എല്ലാം ഈ അതായത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ ദൈവത്തിന് ഇത് ഉടമ്പടി ചെയ്ത് പണി മേടിക്കാതിരിക്കണം നല്ലത്. കാര്യം ഇത് ചെയ്യണ പ്രാർത്ഥനയാണ്. മറക്കരുത്. നാട്ടിൽ ചെല്ലുമ്പോൾ അയ്യോ ഞാൻ പള്ളിയിൽ പത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എന്നെ കണ്ട എൻ്റെ കൂട്ടുകാരെന്ത് പറയും, എൻ്റെ നാട്ടുകാരെന്ത് പറയുന്നതൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ സാരിയിടത്ത് മടക്കി ക്രമേണ ആരെയും കാണിക്കാതെ വെച്ചിട്ട് അവിടുന്ന് ഓടിക്കളയും. ഇത് മര്യാദയ്ക്ക് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെപ്പോലെ എളിമപ്പെട്ട് എന്ത് വില കൊടുത്തു അവനെ മറ്റ് മക്കൾക്ക് എത്തിക്കണം, മറ്റ് ജനങ്ങളിലേക്ക് എത്തണം. ഞാൻ കാരണം 10 മനുഷ്യർ ദൈവത്തെ അറിയണം, കർത്താവിൻ്റെ പീഡാനുഭവത്തെ അറിഞ്ഞ് അവനും ഈശോനെ വിശ്വസിക്കണം, അവരും രക്ഷ പ്രാപിക്കണം